Hello everyone, once again welcome back after a long time. തുടക്കം വിസ്മയ മോഹൻലാലിൻ്റെ ആദ്യത്തെ അഭിനയം ആദ്യമായി ചുവടുവയ്ക്കുന്ന മലയാള സിനിമയിലേക്ക് വലുതുകാൽ വെച്ച് ചുവടുവയ്ക്കുന്ന സിനിമയെ തുടക്കം. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ജൂഡ് അന്തോണി ജോസഫ്, പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ്റണി പെരുമ്പാവൂർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഡോക്ടർ എമിൽ വിൽസെൻ്റ്, അനീഷ ആൻ്റണി, മ്യൂസിക് ജേക്സ് ബിജോയ്, എഡിറ്റിംഗ് ചമ്മൻ ചാക്കോ, സിനിമാറ്റോഗ്രാഫി ജോമോൻ ടി ജോൺ, അഖിൽ ജോർജ്, റിട്ടൺ ബൈ ലിനീഷ് നെല്ലിക്കൽ, അഖിൽ കൃഷ്ണ ആൻഡ് ജൂഡ് അന്തോണി ജോസഫ്. സോ അങ്ങനെ തുടക്കം ഇന്ന് മുതൽ വിസ്മയ മോഹൻലാൽ കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ സിനിമ പറയുകയാണെങ്കിൽ ഒരു അതിഗംഭീരമായൊരു തുടക്കം തന്നെ വിസ്മയ മോഹൻലാൽ ഈ ഒരു സിനിമയിലൂടെ ചുവട് വെച്ചിട്ടുണ്ട്. അതിഗംഭീരമായൊരു തുടക്കം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സിനിമയുടെ പെർഫോമൻസ്, എക്സ്പെഷ്യലി വിസ്മയ മോഹൻലാൽ പെർഫോമൻസ് തകർത്തണിഞ്ഞ് അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പെർഫോമൻസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഈ സിനിമയിൽ ഫൈറ്റ് സീക്വൻസും. ഈ സിനിമയിൽ ഫൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ലാലേട്ടൻ്റെ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, വിസ്മയ മോഹൻലാലിൻ്റെ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും ബഡാസായിട്ട് ഫൈറ്റ് സീക്വൻസ്, ഏറ്റവും അടിപൊളി ഫൈറ്റ് സീക്വൻസും ഈ ഒരു സിനിമയിൽ ഫൈറ്റ് സീക്വൻസ് തൂക്കിയ ആളെന്ന് പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വിസ്മയ മോഹൻലാലാണ്. ഇത് ഈ സിനിമയിൽ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, പിന്നെ എന്താ പറയുക, ഇമോഷണൽ ഉണ്ട്, പിന്നെ ഒരു ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻറ്റും ഇമോഷണലും ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഈ ഒരു പടത്തിലുണ്ട്. അതെല്ലാം നമുക്ക് എൻഗേജ് ചെയ്യുന്ന തരത്തിൽ ബോറടിപ്പിക്കുകയോ ലാഗ് അടിപ്പിക്കാതെ ആ ഒരു അടിപൊളിയായിട്ട് തന്നെ മനോഹരമായിട്ട് തന്നെ പോയിട്ടുണ്ട്. സാധാരണ പോലെ തന്നെ സിനിമയിൽ എന്താ പറയുക, ഒരു ഘട്ടം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ തകർന്നു പോകും. അപ്പോൾ തകർന്നു പോകുമ്പോൾ തളരാതെ പിന്നീട് തിരിച്ച് മുന്നോട്ട് കരുത്തോടെ വരുന്ന ഒരു പ്ലോട്ട്, ഒരു തീം. ആസ് യൂഷ്വൽ നോ, ഈ ഒരു സിനിമയിൽ വില്ലൻ ആഷിഷ് ജോയ് ആൻ്റണിയാണ്. പിന്നെ ഈ ഒരു സിനിമയിലുള്ളത് വിസ്മയ മോഹൻലാൽ, പിന്നെ ബോബി കുര്യൻ, പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ലാലേട്ടൻ, പിന്നെ മനോജ് കെ ജയൻ തുടങ്ങിയവരാണ് ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ളത്. എല്ലാവരും പെർഫോമൻസ് തന്നെ അടിപൊളിയാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വിസ്മയ മോഹൻലാലില്ല. എന്തായാലും ഈ ഒരു നല്ലൊരു അടിപൊളി ചുവടുവെപ്പാണ് ആളെ മലയാള സിനിമയിലേക്ക് തന്നെ ഒരു നല്ലൊരു ഗംഭീര തുടക്കം തന്നെ കുറിച്ചിട്ടുണ്ട്. തുടക്കം അറിയിച്ചിട്ടുണ്ട് വിസ്മയ മോഹൻലാൽ ഈ മലയാള സിനിമയിലേക്ക് പ്രേക്ഷകരോടും ഓഡിയൻസിനോടും. ഈ ഒരു സിനിമയുടെ ഒരു തുടക്കം, ഒരു സ്റ്റാർട്ടപ്പ് ഈ ഒരു ഇതിലൂടെ ഇട്ടിട്ടുണ്ട്. തകർത്തന്നെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് വിസ്മയ മോഹൻലാലിൻ്റെ പെർഫോമൻസ് തന്നെ. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിസ്മയ മോഹൻലാലിൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് തകർത്ത് ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ക്യാമിയോ, ആ ഒരു ക്യാമിയോ അപ്പിയറൻസും അടിപൊളിയായിരുന്നു. ഒപ്പം തന്നെ അതിൻ്റെ ഫൈറ്റ് സീക്വൻസും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, അതായത് ഫാമിലിക്ക് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് എന്താ പറയുക പോകാൻ പറ്റി കാണാൻ പറ്റിയൊരു സിനിമയാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, പ്രത്യേകിച്ച് സ്ത്രീകളായിക്കോട്ടെ, പെൺകുട്ടികളായിക്കോട്ടെ, ഗേൾസായാലും അവർക്കൊക്കെ എന്താ പറയുക ഒരു മോട്ടിവേഷനും കൂടിയും ഒരു മോട്ടിവേഷനും ഇൻസ്പിറേഷനൊക്കെ ഉള്ളിൽ തോന്നിക്കുന്ന പല പ്ലോട്ടുകളും പല കാര്യങ്ങളും ഈ ഒരു സിനിമയിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് വളരെ നല്ലൊരു സിനിമയാണ്. തീർച്ചയായിട്ടും ഫാമിലിക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു വിസ്മയ മോഹൻലാൽ ഒരു തുടക്കം തന്നെയാണ് ഈ ഒരു സിനിമയിലുള്ളത്. ഒപ്പം തന്നെ ആഷിഷിൻ്റെ പെർഫോമൻസ്, ആഷിഷ് വില്ലനാണ് ഈ ഒരു സിനിമയിൽ, പക്ഷേ ആളുടെ ഒരു വില്ലൻ പെർഫോമൻസും അതിഗംഭീരമായിരുന്നു. ആൾക്ക് അത്ര വലിയ ഡയലോഗുകളൊന്നുമില്ല പറയാനായിട്ട്, ആകെ 1-2 ഡയലോഗ് മാത്രമേ ഉള്ളൂ, അതും ക്ലൈമാക്സ് എത്തുമ്പോഴാണ് ഉള്ളത്. ബട്ട് ആളൊരു വില്ലൻ പെർഫോമൻസ് ആയാലും ഈ ഒരു സിനിമേനെ അടിപൊളിയാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു പടം എന്താ പറയുക, തീർച്ചയായിട്ടും ഫാമിലിക്ക് ടിക്കറ്റ് എടുത്തിട്ട് എൻജോയ് ചെയ്തിട്ട് കാണാൻ പറ്റിയൊരു ഫാമിലി ഫീൽ ഗുഡ് പടം തന്നെയാണ് ജൂഡ് അന്തോണി ജോസഫ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പടം കണ്ടിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായം പറയാം. അപ്പോൾ നെക്സ്റ്റ് ഒരു ഫിലിം റിവ്യൂവിനായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.